ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ സ്റ്റൈലോയിൽ. ഞാനും ഉമ്മയും ഫഹദും മാമച്ചും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റൈലോട്ട് കയറിപ്പോയി. മഴക്കാലത്ത് ഇങ്ങനത്തെ ബ്ലാക്ക് കളർ ചെരുപ്പ് ഇട്ടുകൊണ്ട് വേണം കേട്ടോ പോകാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളർ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. സ്റ്റൈലോയിൽ ചെരുപ്പ് മാത്രമല്ല കേട്ടോ, ലഞ്ച് ബോക്സും പൗച്ചും ടിഫിൻ ബോക്സ് ലഞ്ച് ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ താഴെയാണ് കേട്ടോ ലഞ്ച് ബാഗും ഒക്കെ ഉള്ളത്. അവിടെ കുറെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് എനിക്ക് ആന്റി എനിക്ക് പറ്റിയ ഒരു ചെരുപ്പ് എടുത്തു തന്നു. അപ്പൊ ഞാനത് ഇട്ട് നോക്കി കേട്ടോ. എനിക്ക് അവിടെ നിന്ന് ഇടാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ ആന്റി സ്റ്റൂൾ എടുത്തു തന്നിട്ടുണ്ടായിരുന്നേ. എനിക്ക് 2-3 ചെരുപ്പ് എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് കളർ ചെരുപ്പ് ഇട്ട് നോക്കി കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ സ്ലിപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോഴത്തേക്കും അവിടെ ഗേൾസിന്റെ ഒരു സ്ലിപ്പേഴ്സ് ഉണ്ടായിരുന്നു ബ്ലാക്ക് കളറിൽ. അത് എടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് സ്കൂളിൽ സ്ലിപ്പേഴ്സ് ഇടാൻ പറ്റത്തില്ലെന്ന് കേട്ടോ. എടുത്ത സാധനം തിരിച്ച് അതേ കൂട്ടാൻ എടുത്ത് വെച്ച് കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇതിനകത്ത് ഒരു 3 ചെരുപ്പം പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഏതെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞിട്ട് അതിന് കട്ടി കൂടുതലാന്ന് പറഞ്ഞാൽ അതവിടെ വെക്കും. രണ്ടാമത്തെ ഇട്ട് നോക്കിയിട്ട് കട്ടി കുറവാന്ന് പറഞ്ഞാൽ അവിടെ വെക്കും. എനിക്ക് ഈ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഹെയർ ബാൻഡ് ഒക്കെ വെക്കുമ്പോൾ ബ്ലാക്ക് കളർ ഹെയർ ബാൻഡ്, ബ്ലാക്ക് കളർ വാച്ച്, ബ്ലാക്ക് കളർ ചെരുപ്പ്, ഈ ബ്ലാക്ക് കളറുള്ള എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ബോയ്സിനും ഗേൾസിനും ഒക്കെ ഉള്ള ചെരുപ്പ് അവിടെ ഉണ്ട് കേട്ടോ. വലിയവർക്കും ഉള്ളതുണ്ടേ. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഷൂസ് ആണ് കേട്ടോ, സ്കൂൾ ഷൂസും ഒക്കെ. നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ സ്കൂൾ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഷൂ മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെടുന്ന ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഉമ്മയ്ക്ക് അവിടെ നിന്ന് ബോറടിച്ചെന്ന് പറഞ്ഞിട്ട് ഉമ്മയാണെങ്കിൽ കുപ്പിയും ഇതൊക്കെ നോക്കാൻ വേണ്ടി പോയി കേട്ടോ. മേടിക്കാറില്ല കേട്ടോ, ചുമ്മാ ഒന്ന് കണ്ടിട്ട് ഞാൻ വിചാരിച്ച് നോക്കി പോയതാണേ. അവിടെ പോയപ്പോഴത്തേക്കും ഉമ്മയ്ക്ക് പറ്റിയ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ചെരുപ്പൊക്കെ ഇങ്ങനെ നോക്കി നടന്നപ്പോഴത്തേക്കും ഉമ്മയാണെങ്കിൽ ഒരു ചെരുപ്പ് ഉമ്മയ്ക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഒന്ന് ഇട്ട് നോക്കി കാണാൻ വേണ്ടിയിട്ടാണേ. ഒരേ ഡിസൈനും ഒരേ കളറുകളും ഉള്ള ചെരുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഞങ്ങൾ എപ്പോഴും ചെരുപ്പോ ഷൂ എന്ത് മേടിക്കാനുണ്ടെങ്കിലും ഇവിടാണ് കേട്ടോ ആദ്യം വരുന്നത്. പിന്നെ എൻ്റെ കുറേ തപ്പാനും ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ കാണിക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കാറിനകത്ത് കയറി ഷൂ ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ. ഈ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പറഞ്ഞ് നമ്മുടെ പച്ചക്കറി കട എത്തി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പോയി പച്ചക്കറി മേടിച്ചിട്ട് വരാം. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മയാണ് പോയി ഇറങ്ങിയിട്ട് വീഡിയോ ഒക്കെ എടുത്തോണ്ട് വന്നത്. അവിടെ പോയിട്ട് ഉമ്മ ഉള്ളിയും പച്ചക്കറികളെല്ലാം മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും വേണ്ട എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ പോയി. ഞാൻ കാറിൻ്റെ പുറത്ത് ഇറങ്ങാഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് ചൂടെടുത്തിട്ടാണ് കേട്ടോ. കാറിൻ്റെ ആ തേസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണേ. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ സാധനം മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചി കാറിൽ നിന്ന് ഇറങ്ങാറില്ല. മാമച്ചി കാറിൽ തന്നെ ചുമ്മാ ഫോൺ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഈ ട്രാൻസ്ലേഷൻ അങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ നമ്മൾ എപ്പോഴും വരുന്നത് നമ്മുടെ സ്വന്തം ഫ്രൂട്ട്സ് കടയിലോട്ട് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അവിടെ നമുക്ക് പൈനാപ്പിളും മാങ്ങയും ഓറഞ്ചും തണ്ണിമത്തങ്ങയും ഗ്രീൻ ആപ്പിൾ പിയാറും അവോക്കാഡോയും ആപ്പിളും റംബൂട്ടാനും പഴവും മുന്തിരിങ്ങയും മാംഗോസ്റ്റിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് മാംഗോസ്റ്റി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മാംഗോസ്റ്റി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഏറെ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ ഐസ് പോട്ടിലോട്ട് പോയി. അവിടുന്ന് എല്ലാവർക്കും ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞത് കോക്കനട്ട് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. ഫഹദ് പറഞ്ഞത് ഓറിയോ വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു. എന്റെ ഉമ്മയും ഇസ്രാഖ് സ്പാനിഷും ആയിരുന്നു കേട്ടോ. പിന്നെ അമ്മമ്മക്ക് അമ്മത്താക്കും മാമിക്ക് ജാക്ക് ഫ്രൂട്ടും പിന്നെ മാമാക്ക് കോഫിയും ആയിരുന്നു കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ എപ്പോ വന്നാലും കോക്കനട്ട് വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ മേടിക്കുന്നത്. അതെന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ആണ്. ഈ നിൽക്കുന്ന അങ്കിള് ആന്റി എൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു കൊടുത്തു കേട്ടോ. അവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ. ആ അങ്കിള് പറഞ്ഞ് നമ്മളെ ഇൻസ്റ്റയെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. നമുക്ക് ഇൻസ്റ്റയിലും ഉണ്ട് കേട്ടോ സ്വപ്നാസ് വ്ലോഗ്സ്. പിന്നെ ഞാനും ഫഹദും കൂടെ ഞങ്ങളുടെ ഐസ്ക്രീം കിട്ടാൻ വേണ്ടി ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു കേട്ടോ. അവർ ഓരോന്നല്ലേ എടുക്കുന്നത്. ഞങ്ങളുടെ എപ്പോൾ എടുക്കും എന്ന് പറഞ്ഞ് ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു ഞങ്ങൾ 8 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്. നമ്മുടെ 8 ഐസ്ക്രീം ഒരു ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആങ്കിൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു ഓരോ കവറിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് അത് ഏത് ഫ്ലേവറാണ്. ഓറിയോ സ്പാനിഷും പിന്നെ കോക്കനട്ടും വിത്ത് വൈറ്റ് ചോക്ലേറ്റും. ഇതാത് ബാക്കിയെല്ലാം ഇതിനകത്തും സെയിം കവറാണ്. അപ്പം അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞതാണേ. നമ്മളിവിടെ 5ന് മുകളിൽ ഐസ്ക്രീം മേടിച്ചിട്ട് കഴിഞ്ഞാൽ
ഒക്കെ ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ തരുന്നത്. ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് കേട്ടോ ഐസ്ക്രീം മേടിക്കുക. എപ്പോഴെന്ന് ഉദ്ദേശിച്ചാൽ എല്ലാ ദിവസവും ഇവിടെ തന്നെ മേടിക്കും എന്നല്ല കേട്ടോ. എല്ലാ ദിവസവും കഴിച്ച് കഴിഞ്ഞാൽ പനി പിടിക്കത്തില്ല. എങ്കിലും മേടിക്കുമ്പോൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പെട്ടി നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ആ പെട്ടി അങ്ങ് പൊട്ടിച്ച് ഐസ്ക്രീം എടുത്ത് തിന്നാനായിരുന്നു ധൃതി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.